തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 116 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ പാപം മോചിച്ച് കിട്ടിയ മഗ്ദലക്കാരത്തി മറിയത്തിന് ദൈവത്തോടുള്ള വലിയൊരു നന്ദിയാണ്. നമ്മൾക്ക് ഈ നന്ദിയുണ്ടോ? നമുക്കൊരു പേഴ്സണൽ താങ്ക്സ് ഗിവിങ് ഉണ്ടോ? മഗ്ദല മറിയം ഏതാണ്ട് വലിയ പാവി, നമ്മൾ ഏതാണ്ട് വലിയ വിശുദ്ധനുമാണെന്ന് പറഞ്ഞല്ലേ ചെയ്യുക ഉണ്ടാക്കുന്നത്. പേഴ്സണൽ താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത് ഹിസ് ലവ് ഫോർ ദ ലോർഡ് റിഹേഴ്സസ് ഹിസ് പാസ്റ്റ് distress, reports and reflects on his deliverance and resolve a new praise the Lord for deliverance. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാപം മോചിച്ച് കിട്ടിയതോടെ ഞാൻ ജീവനുള്ളവരുടെ ഈ സങ്കീർത്തനത്തിൽ ദൈവം കരുണയുള്ളവനാണ്, അവൻ അത്ഭുതങ്ങളെ പാലിപ്പിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുമ്പാകെ നടക്കും. 12-ാം വാക്യത്തിൽ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. അതിൻ്റെ 19-ാം വാക്യം വരുമ്പോൾ ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും, യഹോവയെ സ്തുതിപ്പിൻ. മഗ്ദലക്കാരത്തെ മറിയ ചെയ്തത് യേശു കർത്താവിൻ്റെ മുൻപിൽ മരണത്തിന് മുന്നോടിയായി സ്വച്ഛജല മാംസ തൈലം പൊട്ടിച്ചൊഴിച്ച് ആ വലിയ ചെലവുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൽകിയത് അവൾക്ക് ദൈവം മുൻപാകെ പരസ്യമായി ദൈവത്തെ ഒരു ആക്ഷേപവും ഒരു പ്രയാസവും കൂടാതെ ചെയ്യാൻ സാധിച്ച വലിയ അനുഭവമുണ്ട്. ദൈവത്തിന് വേണ്ടി പരസ്യമായി ചെയ്യാൻ സാധിച്ചത് ഒരു ദൈവകരങ്ങളിൽ ഒരാൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെടുത്തതിൽ ആ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ, ആ സഹോദരി നാഷണൽ പെർമിറ്റ് വാഹനം ഓടിക്കുന്ന ആളാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അത് ഫേസ് ചെയ്ത് ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതല എടുത്തുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് കുഞ്ഞുങ്ങളെ എൻജിനീയറിങ്ങിന് മറ്റ് നല്ല കോഴ്സുകൾക്കും പഠിപ്പിച്ച് ധാരാളമായിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരു സഹോദരി. ആ സഹോദരിയുടെ ജീവിതം ഏഷ്യാനെറ്റ് ആ സഹോദരിയുടെ കാര്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്രകാരം തന്നെ മറ്റ് ചാനലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിക്ക് ധൈര്യം നൽകുന്നത് അവൾ യേശുവിൻ്റെ കരത്തിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്. ആ ദൈവത്തിൻ്റെ കരത്തിൽ ഏതിനെയും സഹിക്കുവാനും ഏതിനെയും ഫേസ് ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പരസ്യമായി മഗ്ദലക്കാരത്തി മറിയ അത് ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വിടുതലാണ്, ദൈവം കരം നടത്തുന്നതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിജയം ഉറപ്പാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അനുദിനം ജീവിക്കാൻ, ഓരോ നിമിഷം ജീവിക്കാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ വേണം. ഈ എൻഡ് ടൈമിൽ, ഈ ദുഷിച്ച ലോകത്തിൽ, ഈ നശിച്ച ലോകത്തിൽ ഓരോ ദിവസവും നീങ്ങണമെങ്കിൽ, ഓരോ മിനിറ്റ് നീങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും വേണം. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഞാനിത് പറയുമ്പോൾ ഈ ആവേശത്തിൽ നിൽക്കുവാനായിട്ട് ഈ ശക്തിയാണ് നമുക്ക് ഏത് പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നത് സാധിക്കുന്നത്. അത് സാധിച്ചു. അതുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ മഗ്ദലക്കാരത്തി മറിയയുടെ ആ വിശുദ്ധമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ധൈര്യത്തോടെ ജീവിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ തമ്പുരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായി യാത്ര ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ,
WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിധങ്ങളായിട്ടുള്ള ഭാരത്തിൽ പ്രയാസത്തിലിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വചനത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.